ഹായ് ഫ്രണ്ട്സ്, SLC ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാടമുട്ട അച്ചാറാണ്. ആദ്യം തന്നെ കുറച്ച് ആവശ്യത്തിന് മുട്ട എടുത്തതിന് ശേഷം നമ്മൾ അത് നന്നായി പുഴുങ്ങിയെടുക്കുക. ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാകാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ഒന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി ഒന്ന് റെഡിയായി വരുമ്പോഴത്തേന് ആവശ്യമായ ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ച് പച്ചമുളക് 2-3 പച്ചമുളക് എടുത്ത് നന്നായി അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. ഒരു ബ്രൗണിഷ് കളറാകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് നന്നായി ഒന്ന് ഇളക്കുക. അതൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒരു ബ്രൗണിഷ് കളറായിരിക്കും. അതിലേക്ക് കുറച്ച് ഒരു കപ്പ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ, അത്രയും വേണ്ട, എന്നാലും ഒരു 1/4 ടീസ്പൂൺ അത്രയും വേണം. ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കാം. അങ്ങനെ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പതിയെ ഒന്ന് ഇളക്കുക. എല്ലാം മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം അതിലേക്കൊന്ന് പിടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ആയതിനു ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാടമുട്ട അച്ചാറിലേക്ക് കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും.
നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും.